നമസ്കാരം. പ്രൊഫഷണൽസും അതുപോലെ സെൽഫ് എംപ്ലോയിഡുമായുള്ള ആളുകൾ ചെയ്യുന്ന ഒരു മണി പ്രോബ്ലം, അവർക്കുണ്ടാകുന്ന മണി പ്രോബ്ലത്തെക്കുറിച്ചാണ് പറയുന്നത്. 6 മണി പ്രോബ്ലംസ്. ഒന്ന്, അവർ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത് എന്നർത്ഥം. അവർ ഒരു റെഗുലർ സേവിങ്സ് ഹാബിറ്റ് അവർക്കില്ല. അവരെ എപ്പോൾ അവർക്ക് എമൗണ്ട് കിട്ടിയാലും ചിലപ്പോൾ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ചിലപ്പോൾ മിച്ചം ഉണ്ടെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ ചെയ്യാം. അങ്ങനെ ഒരു റെഗുലറായിട്ടുള്ള ഒരു സേവിങ്സ് ഇല്ലാതെ തോന്നുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് അവരിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു വെൽത്ത് ക്രിയേഷൻ അവിടെ നടക്കില്ല. രണ്ടാമത്തത്, ഡെപ്റ്റിൽ ട്രാപ്പിൽ പെടുക എന്നുള്ളതാണ്. അതായത് അവർ കൂടുതലും ആശ്രയിക്കുന്നത് ക്രെഡിറ്റ് കാർഡ്, ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ഇതുപോലെയുള്ള ഡെപ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് EMI അടയ്ക്കാനൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ നടക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ നോളജ് ഇല്ല എന്നുള്ളതാണ്. അവരൊരു ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണം, എന്തിന് നടത്തണം, എപ്പോൾ നടത്തണം, ഇതൊന്നും അറിയാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വരുന്നത് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ചുള്ള ഒരു ഫിയറാണ്. അതെന്തുകൊണ്ട് എന്നാൽ അവർ റെഗുലറായിട്ടുള്ളൊരു സേവിങ്സോ മറ്റു കാര്യങ്ങളോ നടത്താത്തത് കൊണ്ട് തന്നെ അവർ ഒരു കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഭയമാണ്. ഈ ജോലി ഇല്ലാതെയായാലോ അല്ലെങ്കിൽ ജോലിയിൽ നിന്നും വിരമിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവർക്ക് എപ്പോഴും ഉണ്ടാകും. പിന്നെ അവർക്ക് വരുന്ന ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻകം പ്രൊട്ടക്ഷൻ നടത്തുക, അതുപോലെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ നടത്തുക എന്നുള്ളത്. അതായത് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം. കാരണം ഒരു മെഡിക്കൽ എമർജൻസിയും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഒരു സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ നമ്മൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമെല്ലാം നമുക്ക് കഴിയണം. അതിനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മളെപ്പോഴും സ്വരൂപിച്ച് വെക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ പ്രൊഫഷണൽസ് ഒന്നും കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയും ഒരു റെഗുലർ സേവിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് അവർ ചെയ്യാറില്ല. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ചിലപ്പോൾ അതിനുള്ള ഒരു മണി അവർക്ക് ഇല്ലെങ്കിൽ, ആരെങ്കിലും പെട്ടെന്ന് ഒരു 4-5 ലക്ഷമൊക്കെ ആവശ്യം വരുന്ന ഒരു സമയത്ത് അത് തന്ന് സഹായിക്കാൻ ആ സമയത്ത് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ചെറിയ ഒരു ഇതിനകത്തേക്ക് പരിമിതപ്പെടുത്തി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതില്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി തന്നെ അതിനുള്ള എമർജൻസി ഫണ്ട് സ്വരൂപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രൊഫഷണൽസൊക്കെ ആ സമയത്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ അവർക്ക് എപ്പോഴും സ്ട്രെസ്സാണ്, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള സ്ട്രെസ്സാണ്. കാരണം നാളെ പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇന്ന് നോക്കിയാൽ അറിയാം, ഒരു 40-42 വയസ്സാകുമ്പോഴത്തേക്ക് അവരെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. കാരണം അവരുടെ എഫിഷ്യൻസി കുറയുന്നു. അവർ ആ യൂത്ത് ആയിരുന്ന സമയത്ത് ജോലിയിൽ കയറുന്നവർ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇൻഎഫിഷ്യൻസിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും 40 വയസ്സ് കഴിഞ്ഞവരെ ജോലിയിൽ നിന്ന് നിർബന്ധമായിട്ട് പിരിച്ചുവിടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് ഇതുപോലെ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അവർ തീർച്ചയായിട്ടും അവരെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വല്ലാതെ വിഷമിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ 6 മിസ്റ്റേക്കുകൾ അവർ ജീവിതത്തിൽ വരുത്തുന്നത് കൊണ്ട് തന്നെ അവർ വല്ലാതെ ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത്തരം ഒരു പ്രൊഫഷണൽ വ്യക്തി, ഒരു സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളാണോ? നിങ്ങൾ എന്ത് രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾ കൃത്യമായ ഒരു സേവിങ്സും ഒരു വെൽത്ത് ക്രിയേഷനും ഒക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങോട് കൂടി ചെയ്യുക. കൂടുതൽ ഗൈഡൻസിനും വിവരങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെയും ടേക്ക് കെയർ.